ഇൻവേർട്ട് ബൈനറി ട്രീ എന്ന് പറഞ്ഞിട്ടുള്ളത് നമുക്ക് ട്രീ ആയിട്ടുള്ള കൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു പ്രോബ്ലമാണ്. ഇതിന് മുന്നേ നമ്മൾ ട്രീൻ്റെ പ്രോബ്ലം ചെയ്തായിരുന്നു. പക്ഷേ ഇത് ഇൻവേർട്ട് ബൈനറി ട്രീ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, ഈസിയുമാണ്. അതുകൊണ്ട് ഇന്ന് നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. നമുക്ക് ഇൻവേർട്ട് ബൈനറി ട്രീ എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കാം. ഗിവൺ ദ റൂട്ട് ഓഫ് എ ബൈനറി ട്രീ, ഇൻവേർട്ട് ദ ട്രീ ആൻഡ് റിട്ടേൺ ഇറ്റ്സ് റൂട്ട്. ഈ ഇൻവേർട്ട് ബൈനറി ട്രീന് ഭയങ്കര കോൺട്രവേഴ്സ്യൽ ആണ് ശരിക്ക്. ഏതോ ഗൂഗിളറ്റാണ് തോന്നുന്നുണ്ട്. ഏതോ അവര് യൂസ് ചെയ്യണ ഏതോ ഒരു ആപ്പത്തെ ആളെ വരെ അവർ കയറണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ബൈനറി ട്രീ ഇൻവേർട്ട് ചെയ്യാറണം, അല്ലെങ്കിൽ ലിങ്ക് ലിസ്റ്റിനെ റിവേഴ്സ് ചെയ്യാറണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്വീറ്റ് സ്റ്റോം ഉണ്ടായതാണത്. അത് ഭയങ്കര ഇൻഫേമസ് ആണ്, ഇൻവേർട്ട് ബൈനറി ട്രീ. അപ്പോൾ ഇതിൽ ഇൻവേർട്ട് ബൈനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു മിറർ ഇമേജ് കാണിക്കാൻ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഇതിനെ എന്താ അങ്ങനെ തലയിരിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മാറി. ഈ 1 അപ്പ് ഈ അറ്റത്തേക്ക് വരും, 3 നെക്സ്റ്റ് അറ്റത്ത് വരും, 6 ഇവിടെ വരും, 9 ഇവിടെ വരും, അതേപോലെ 7 അപ്പുറത്തേക്കും 2 ഇപ്പുറത്തേക്കും വരും, 4 അതേ സ്ഥലത്ത് നിൽക്കുക. റൂട്ടാണ് അതാണത്. ഇത് പിന്നെ ഇവിടെ ഇതൊരു റൂട്ട് നോഡാണ്. റൂട്ട് നോഡ് എങ്ങനെയാണെന്ന് അവർ പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്ക് ഓൾറെഡി. നമ്മളൊരു ട്രീൻ്റെ ഒരു ക്വസ്റ്റൻ ഓൾറെഡി കണ്ടതുമാണ്. ഇപ്പോൾ റൂട്ട് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇത് അവർ തരുമ്പോൾ ഒരു അറേ പോലെയാണ് കാണിക്കുന്നെങ്കിൽ കൂടി അതൊരു അറേ അല്ല. ഇനിയിപ്പോൾ അവർ അറേ ആണെന്ന് അല്ലെങ്കിൽ അവർ ആദ്യം തന്നെ പറയുമ്പോൾ ലൈക്ക് ഒരു ഇതൊരു അറേ ആണെന്ന് പറയുമ്പോൾ ലൈക്ക് ഒരു പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സൽ ചെയ്ത് വെച്ചൊരു അറേ ആണ്, അല്ലെങ്കിൽ പ്രീ ഓർഡർ ട്രാവേഴ്സൽ ചെയ്ത് വെച്ച അറേ ആണെന്ന് പറയും. എന്നിട്ട് നമുക്ക് അവിടുന്ന് നമ്മുടെ റൂട്ടിലേക്ക് എത്തിക്കാൻ പറയും. അതും ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് തന്നെയാണ്. പക്ഷെ ഇവിടെ ഒരു ഉദ്ദേശിക്കുന്നത് ഇതൊരു ഇൻവേർട്ട് ബൈനറി ട്രീ ആണ്. നിങ്ങൾക്ക് ഒരു റൂട്ട് ഒരു ട്രീ തന്നിട്ടുണ്ട്. ആ ട്രീനെ നിങ്ങൾ എന്ത് ചെയ്യണം വെച്ചാൽ ഇൻവേർട്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇവിടെ അതേ ഒരു എക്സാമ്പിൾ തന്നത് 1 3 എന്നുള്ളത് 3 1 ആയി മാറും. അത്രേ ഉള്ളൂ. പിന്നെ റൂട്ട് ഒന്നും തന്നിട്ടില്ലെങ്കിൽ അതൊന്നും വേണ്ട. ഓക്കെ, അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. നമുക്ക് ഞാൻ ഇത് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് അതിനെക്കുറിച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മുടെ ട്രീയുടെ കൺസെപ്റ്റ് കുറച്ച് മുന്നേ പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞ 3 തരത്തിലുള്ള ട്രാവേഴ്സൽസ് ഉണ്ടായിരുന്നു. ഇന്നോർഡർ, പോസ്റ്റ് ഓർഡർ, പ്രീ ഓർഡർ എന്ന് പറഞ്ഞ ട്രാവേഴ്സൽസ്. ഇതിന് പുറമെ ഒരു ട്രാവേഴ്സൽ കൂടിയാണ് ലെവൽ ഓർഡർ ട്രാവേഴ്സൽ. അപ്പോൾ ലെവൽ ഓർഡർ ട്രാവേഴ്സൽ എങ്ങനെയാ വെച്ചാൽ 1 2 3 4 5 6 7 എന്നാണെന്ന് വിചാരിക്കുക. ലെവൽ ഓർഡർ ട്രാവേഴ്സൽ എങ്ങനെയാണെന്ന് വിചാരിക്കുക. ആദ്യം ഇത്, പിന്നെ ഇത്, പിന്നെ ഇത്, ഇങ്ങനെ എടുക്കണം നമ്മൾ ചെയ്യാം. അപ്പോൾ 1 2 3 പിന്നെ 4 5 6 7 ഇതാണ് നമ്മുടെ ലെവൽ ഓർഡർ ട്രാവേഴ്സൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ഇൻവേർട്ട് എ ബൈനറി ട്രീ ആണ്. ഇത് ഈ ലെവലോടെ ട്രാവേഴ്സൽ ചെയ്യുന്നത് BFS എന്നുള്ള കൺസെപ്റ്റ് ആണ്. BFS എന്ന് പറഞ്ഞാൽ ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ച് ആണ്. ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ച് ആണ്. അപ്പോൾ ഇത് ഈ ഒരു നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യനിൽ നമ്മുടെ ഇൻവേർട്ട് ബൈനറി ട്രീയിൽ നമുക്ക് 2 തരത്തിലും ചെയ്യാം. നമുക്ക് DFSലും ചെയ്യാം, BFSലും ചെയ്യാൻ പറ്റും. ഇത് ഈ ഒരു ലെവലോടെ ട്രാവേഴ്സിനും കൂടി നമ്മൾ എഴുതിയത് മാത്രം അത് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമുക്കിനി DFS കൺസെപ്റ്റ് എങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇവിടെ ഇൻവേർട്ട് ബൈനറി ട്രീ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? 1 2 3. ഇതിനെ ഇൻവേർട്ട് ചെയ്യാൻ സുഖമാണ് അല്ലേ? ഇതിനെ ഇൻവേർട്ട് ചെയ്യാനാണെങ്കിൽ എന്തേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ? 1 3 2 ആവശ്യമുള്ളൂ. പക്ഷേ നമ്മൾ ഇതൊരു ഇൻവേർട്ട് ചെയ്യാൻ വിചാരിക്കുക. 1 2 3 4 5 6 7. ഇതിനെ നമ്മൾ എങ്ങനെ ഇൻവേർട്ട് ചെയ്യും? ഇതിനെ ഇൻവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഈ ബൈനറി ട്രീനെ ഇൻവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1 ഇവിടെ ഉള്ള 2 5 5 6 7 ഉണ്ടല്ലേ. അപ്പം അതിൻ്റെ മുന്നേ തന്നെ നമുക്ക് അങ്ങനെ ചെയ്യാം. 5 2 ഇതെന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇത് 7ഉം ഇവിടെ 6ഉം ആവും. ഇവിടെ 4ഉം ഇവിടെ 3ഉം ആവും. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ക്വസ്റ്റ്യനിൽ മനസ്സിലാക്കേണ്ട കാര്യം, ആദ്യത്തെ റിവേഴ്സൽ നടക്കുന്നത് ഇത് രണ്ടുമാണ്. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഇവിടെ 4ഉം ഇവിടെ 3ഉം വരുന്നുണ്ട്. ഇവിടുത്തെ പിന്നെ നമുക്ക് ഈ റിവേഴ്സൽ നടത്തണം. അപ്പൊ ഇവിടെ 7ഉം ഇവിടെ 6ഉം വരുന്നുണ്ട്. പിന്നെയാണ് ശരിക്കുള്ള റിവേഴ്സൽ നടക്കുന്നത്. ഇതും തമ്മിലുള്ള റിവേഴ്സൽ നടക്കുന്നത്. ഇതും തമ്മിലുള്ള റിവേഴ്സൽ നടക്കുമ്പോഴാണ് എന്ത് പറയുന്നത്? ഇവിടെ 5 ഇങ്ങോട്ട് വരും. അപ്പൊ എന്താവും? 5 7 6 എന്ന് വരും. പിന്നെ അതേപോലെ തന്നെ 2 അങ്ങോട്ട് വരുമ്പോൾ 2 4 3 വരുന്നുണ്ട്. മനസ്സിലായോ? അല്ലാണ്ട് നമ്മൾ ഇതിനെ എടുത്തിട്ട് ഇങ്ങോട്ടിടലും ഇതിനെ എടുത്തിട്ട് ഇങ്ങോട്ടിടലും അങ്ങനെ ഒന്നല്ല.
7 എടുത്തിട്ട് നമ്മൾ 3ന്റെ പൊസിഷൻ കിടന്നും 6 എടുത്ത് 4ന്റെ പൊസിഷൻ കിടല്ല ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ആദ്യം ഇൻവേർട്ട് ചെയ്യുന്നു, അത് കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റിൽ വരുമ്പോൾ ഇതിനെ ഇൻവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്താണ്, നമുക്ക് ഇപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ഒരു പൊസിഷൻ ഉണ്ട്, ലെഫ്റ്റ് റൈറ്റ് എന്നുള്ള പൊസിഷൻ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, ഇതില് എന്താ നമുക്ക് സുഖമായിട്ട് ഇതിനെ റിവേഴ്സ് ചെയ്യാം അല്ലെ. അപ്പൊ ഒരു DFS നമ്മൾ വെറുതെ റൺ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ നമ്മളൊരു DFS റൺ ചെയ്യിച്ചു വിചാരിക്കാം, DFS ഓഫ് നോഡ് റൺ ചെയ്യിക്കാന്ന് വിചാരിക്കാം. നമ്മൾ ആകെ ചെയ്യേണ്ടത് എന്താണ്, നോഡ് ഡോട്ട് ലെഫ്റ്റ്. നമ്മൾ ഫസ്റ്റ് നമ്മുടെ എക്സിറ്റ് കണ്ടീഷൻ എപ്പോഴും എഴുതണം, ഇഫ് നോട്ട് നോഡ് ഇല്ലാന്നുണ്ടെങ്കിൽ എന്താണ്, വെറുതെ ഒന്ന് റിട്ടേൺ ചെയ്യണം, വെറുതെ റിട്ടേൺ ചെയ്യാം, കാരണം പുറത്തേക്ക് ചാടാത്ര ആവശ്യമുള്ളൂ. ഇവിടെ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ നോഡ് ഡോട്ട് ലെഫ്റ്റും നോഡ് ഡോട്ട് റൈറ്റും തമ്മിൽ എന്ത് ചെയ്യുന്നു, സ്വാപ്പ് ചെയ്യുന്നു അല്ലെ. അപ്പൊ നോഡ് ഡോട്ട് എന്താണ് റൈറ്റും നോഡ് ഡോട്ട് ലെഫ്റ്റും ഇത് സ്വാപ്പ് ചെയ്യുക ചെയ്യുന്നത്. ഓക്കെ അല്ലെ, അപ്പൊ ഇത് സ്വാപ്പായി. ഇനിയിപ്പോ ഇത് സ്വാപ്പായി കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യേണ്ട ആവശ്യമുള്ളൂ, നമ്മള് DFSന്റെ എന്താണ് ലെഫ്റ്റ് വരെ പോകുന്നു, DFSന്റെ റൈറ്റ് വരെ പോകുന്നു, നോഡ് ഡോട്ട് റൈറ്റ്. ഇത്രയുള്ളൂ. ഇവിടെ പുറത്ത് നമ്മൾ എന്താണ് DFS ഓഫ് റൂട്ടിനെ വിളിച്ചുകൊണ്ടാണ് ഉള്ളിലേക്ക് കയറിയത്. നമ്മൾ എന്താണ് റിട്ടേൺ എന്ത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, നമ്മുടെ റൂട്ടിനെ റിട്ടേൺ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. കാരണം ആ റിട്ടേൺ ചെയ്ത ആ റൂട്ടിനെ തന്നെ നമ്മളാണ് ഇവിടെ ഇങ്ങനെ മാറ്റി എഴുതുന്നത്. അപ്പോഴാണ് നമുക്ക് ഈ DFS പിന്നെ ഉള്ളിലേക്ക് പോകണു, ലെഫ്റ്റിന് മാറ്റണു, ഉള്ളിലേക്ക് പോകണു, റൈറ്റിന് മാറ്റണു, അങ്ങനെ ചെയ്തിട്ടാണ് മാറ്റി വരുന്നത്. ഓക്കെ, ഇത് അത്രേ ഉള്ളൂ. ഇത് ഒരു പ്രശ്നമുള്ള കാര്യമില്ല, ഇത് സിമ്പിൾ ആയിട്ട് ചെയ്തു പോകണം തന്നെയാണ്. ഇതാണ് DFSന്റെ കൺസെപ്റ്റ്. ഇനി ഇതേപോലെ നമുക്ക് BFSലും സെയിം സാധനം. BFS വരുമ്പോൾ നമുക്ക് വരുന്ന ഒരു സാധനമാണ് Q എന്ന് പറയുന്നത് ഒരു ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റ് ആണ്. ഒരു ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ഇവിടുന്നും ഇപ്പൊ ഡബ്ലി ലിങ്ക് ലിസ്റ്റ് ആണ്, നമുക്ക് ലെഫ്റ്റ് നിന്നും റൈറ്റിൽ നിന്നും നമുക്ക് സുഖമായിട്ട് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. രണ്ടിന്റെയും എന്താണ് ഓർഡർ ഓഫ് 1 ആവും. ഇവിടെയും ഓർഡർ ഓഫ് 1 ആവും. നമ്മളൊരു അറേ ചെയ്യണ സമയത്ത്, ഇപ്പൊ അറേ 1 2 3 ആണെന്ന് വിചാരിക്കാം, ഇതിനെ നമ്മൾ അപ്പൻഡ് ചെയ്യണ സമയത്ത് നമുക്ക് അറേയിൽ എന്നുള്ളത് അപ്പൻഡ് ആണുള്ളത്. അപ്പൻഡ് ചെയ്യുമ്പോൾ ഓർഡർ ഓഫ് 1 ആണ്. ഓർഡർ ഓഫ് 1 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്, ഫസ്റ്റ് ഇതിന്റെ കറക്റ്റ് വാല്യൂ വരുന്നത് ബാക്കിൽ അപ്പൻഡ് ചെയ്യുന്നത് ഓർഡർ ഓഫ് 1 ആണ്. പക്ഷെ നമുക്ക് ഇൻസേർട്ട് ചെയ്യണമെന്ന് വിചാരിക്കാം. ഇൻസേർട്ട് ചെയ്യുന്ന എന്താ, നമ്മൾ ഇൻസേർട്ട് ഓഫ് 0 എന്ന് കൊടുക്കുക വിചാരിക്കുക, കാരണം ഫ്രണ്ടിലാണ് ഇത് ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു വാല്യൂ ഞാൻ പുതിയത് എഴുതുകയാണെങ്കിൽ ഇപ്പോ എന്താണ്, ഇപ്പൊ 8 വിചാരിക്കുക, 8 എഴുതുകയാണെങ്കിൽ 8 1 2 3 എന്ന് വരുമ്പോൾ ഇതെന്ന് പറയുന്നത് എന്താ, ഓർഡർ ഓഫ് n ആണ്. ഇൻസേർട്ട് വരുമ്പോൾ ഓർഡർ ഓഫ് n ആണ്. പക്ഷെ നമുക്ക് ക്യൂവിൽ എന്തുണ്ടാവും, ക്യൂവിൽ നമുക്ക് ഫ്രണ്ടിൽ നിന്നായാലും ബാക്കിൽ നിന്നായാലും ഇനിയിപ്പോ ഇടയെന്നാണെങ്കിലും നമുക്ക് എന്താണ് വരിക, ഓർഡർ ഓഫ് 1. ഇടയെന്ന് ഓർഡർ ഓഫ് n ആവും, കാരണം നമുക്ക് ഫ്ലോ ചെയ്തിട്ട് വരാം ആ പൊസിഷനിലേക്ക്. അപ്പൊ ഇടയിൽ ഓർഡർ ഓഫ് n ആവും, പക്ഷെ ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും എന്താണ് ഓർഡർ ഓഫ് 1 ആണ്. ഇവിടെ എന്താണ് ഇൻസേർട്ട് നമുക്ക് ഏത് പൊസിഷൻ ഇടുമ്പോൾ എന്താണ് നമുക്ക് ഓർഡർ ഓഫ് n ആണ്. ഓക്കെ അല്ലെ. അപ്പൊ ഇതാണ് നമ്മുടെ എന്താണ് DQ എന്നുള്ള വ്യത്യാസം. അപ്പൊ DQ ആണ് നമ്മൾ എന്താണ്, നമുക്ക് ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും അങ്ങനെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ഉപയോഗിക്കുക, നമ്മുടെ Q ആണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പൊ നമ്മളൊരു ക്യൂവിനെ ഇനീഷ്യലൈസ് ചെയ്യാണ് ചെയ്യുക. ക്യൂവിന്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു റൂട്ട് ഇടും. ഇപ്പൊ പൈത്തണില് നമുക്ക് ക്യൂവിന് ഓൾറെഡി ഒരു മോഡ്യൂൾ ഉണ്ട്, കളക്ഷൻസ് എന്നുള്ള മോഡ്യൂൾ നമ്മൾ ഡീഫോൾട്ട് ഡിക്ഷണറി ഉപയോഗിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഇതിന് മുന്നേ. അപ്പോൾ അതേപോലെ തന്നെ കളക്ഷനില് ഒരു എന്താണ് ഇതുണ്ട്, ഒരു മോഡ്യൂളാണ് DQ എന്ന് പറഞ്ഞിട്ടൊരു മോഡ്യൂൾ ഉണ്ട്. അപ്പൊ അത് നമുക്ക് എന്താണ് ക്യൂ ഉപയോഗിക്കുമ്പോൾ അതിന് ഉപയോഗിക്കാൻ പറ്റും. നമ്മളിവിടെ എന്താണ് DQ എന്നുള്ള ആവശ്യം, Q ഈക്വൽ ടു DQ ഓഫ് റൂട്ട് കിട്ടും. ഇവിടെ നമുക്ക് എന്താ ചെയ്യേണ്ടത്, പിന്നെ അതേപോലെ നമ്മുടെ സ്റ്റാക്ക് നമ്മൾ മറ്റേ ഇറ്ററേറ്റീവ് DFS ഉപയോഗിച്ചിരുന്ന ഓർമ്മയില്ലേ, അതേപോലെ തന്നെ ഇവിടെ നമ്മൾ Q ഉപയോഗിക്കും. പക്ഷെ നമ്മൾ എന്ത് വെച്ചാൽ ഇവിടെ നമുക്ക് എന്താണ് പോപ്പ് ലെഫ്റ്റ് ആണ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് ഫ്രണ്ടിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത് ഡയറക്റ്റ്, അപ്പൊ നമുക്ക് എന്താണ് പോപ്പ് ലെഫ്റ്റ് ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന തന്നെ സ്റ്റാക്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ ഇറ്ററേറ്റീവ് DFSനാണെങ്കിൽ ക്യൂവിൽ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് പോപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത് അല്ലെ. അപ്പൊ ഇവിടെ എന്താ വെച്ചാൽ നമുക്ക് എന്ത് കിട്ടും, ഒരു നോഡിന് കിട്ടും, അതാണ് നമ്മുടെ റൂട്ട്. നമുക്ക് എന്താ മറ്റേത് ചെയ്ത് അതേപോലെ തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടു, നോഡ് ഡോട്ട് ലെഫ്റ്റും നോഡ് ഡോട്ട് റൈറ്റും തമ്മിൽ സ്വാപ്പ് ചെയ്യുക. സ്വാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടോ ഇനി നോഡ് ഡോട്ട് ലെഫ്റ്റ് പ്രസന്റ് ആണെങ്കിൽ അതിനെ ക്യൂവിന്റെ ഉള്ളിലോട്ട് അപ്പൻഡ് ചെയ്യുക. നോഡ് ഡോട്ട് ലെഫ്റ്റിനെ അപ്പൻഡ് ചെയ്യുക. ഇനി നോഡ് ഡോട്ട് റൈറ്റ് പ്രസന്റ് ആണെങ്കിൽ അതിനെ ക്യൂവിന്റെ ഉള്ളിലോട്ട് അപ്പൻഡ് ചെയ്യുക, നോഡ് ഡോട്ട് റൈറ്റിനെ അപ്പൻഡ് ചെയ്യുക. ഓക്കെ അല്ലേ.
എന്നിട്ട് അപ്പൊ നമുക്ക് എന്നിട്ട് ഇത് എപ്പോഴും നമുക്ക് എന്താണ് ക്യൂ വരും പോപ്പ് ലെഫ്റ്റ് ചെയ്യും. അപ്പൊ നമുക്ക് എന്നിട്ട് വെച്ചാൽ നമുക്ക് ആ മറ്റേ നമ്മൾ ലെവൽ ഓർഡർ ട്രാവേഴ്സിന്റെ ആ ഗ്യാപ്പ് ആയിട്ട് ഫിൽ ചെയ്യുന്നില്ല, ആ മറ്റേ ആ ലെവൽ ഓർഡർ ട്രാവേഴ്സിൽ കംപ്ലീറ്റ് ചെയ്യും. അപ്പൊ നമുക്കാണ് ഇവിടെ ഉള്ള എല്ലാ വാല്യൂസും നമ്മൾ എന്താവും അവര് ഇൻവേർട്ട് ചെയ്യും, വേണ്ട വാല്യൂസ് നമ്മൾ ഇൻവേർട്ട് ചെയ്യും, ഇവിടെ ഉള്ള വാല്യൂസ് നമ്മൾ ഇൻവേർട്ട് ചെയ്യും, ഇവിടെ ഉള്ള വാല്യൂസ് നമ്മൾ ഇൻവേർട്ട് ചെയ്യും. അതാണ് നമ്മുടെ BFSന്റെ കൺസെപ്റ്റ് വരിക. ഓക്കെ അല്ലേ? ഇതിൽ അവസാനം നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ റിട്ടേൺ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ റൂട്ട് റിട്ടേൺ ചെയ്യണം. കാരണം റൂട്ടിലാണ് നമ്മൾ ഈ അർത്ഥം എന്തൊക്കെ ചെയ്യുന്നത്. അപ്പൊ റൂട്ട് അവസാനം റിട്ടേൺ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ആൻസർ നമുക്ക് ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഒരു ബൈനറി ട്രീ കിട്ടും. അപ്പൊ നമുക്കിതൊന്ന് ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കാം. അപ്പൊ എന്താണ് ഞാൻ പറഞ്ഞു നമുക്കൊരു ഹെൽപ്പർ ക്ലാസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പൊ അതിന്റെ മുന്നേ നമുക്കത് എന്തൊക്കെ റിട്ടേൺ ചെയ്യേണ്ടത് നോക്കാം. ആദ്യം നമ്മളൊരു DFS റൂട്ടിന്റെ ഉള്ളിൽ കയറ്റിയിട്ട് നമുക്ക് എന്താണ് നമ്മുടെ റൂട്ടിനെയാണ് നമുക്ക് റിട്ടേൺ ചെയ്യേണ്ടത് മനസ്സിലാക്കുക. റൂട്ടിനെയാണ് നമ്മൾ റിട്ടേൺ ചെയ്യേണ്ടത്. ഇനി നമുക്ക് എന്താണ് നമ്മുടെ ഹെൽപ്പർ ഫംഗ്ഷനെ വിളിക്കാം. റൂട്ടിനെ നമുക്ക് എന്തായിട്ട് നോഡ് എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ ആയിട്ട് വിളിക്കാം. എന്നിട്ട് നമ്മൾ എന്താണ് ഇതിൽ ഹെൽപ്പർ ഫംഗ്ഷന് ഞാൻ പറഞ്ഞു നമുക്ക് ആദ്യം ചെയ്യേണ്ട കണ്ടീഷൻ എന്തായിരുന്നു, നമ്മൾ ഈഫ് നോട്ട് നോഡ് എന്ന് പറഞ്ഞു. അപ്പോൾ മിനിറ്റ് ഓക്കെ, നോഡ് പ്രസന്റ് അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് റിട്ടേൺ ചെയ്യണം, ഒന്നും റിട്ടേൺ ചെയ്യണ്ട എന്നുള്ളതാണ് നമ്മൾ റിട്ടേൺ ചെയ്യാൻ ഉദ്ദേശിച്ചത്. പിന്നെ എന്താണ് നമുക്ക് സ്വാപ്പ് ചെയ്യണം അല്ലേ? അപ്പൊ നോഡ് ഡോട്ട് ലെഫ്റ്റും നോഡ് ഡോട്ട് റൈറ്റും ഈക്വൽ ടു നോഡ് ഡോട്ട് റൈറ്റും നോഡ് ഡോട്ട് ലെഫ്റ്റും. അപ്പോൾ എന്താണ് അത് സ്വാപ്പായി മാറും. ഇനി എന്താ നമ്മൾ DFS എന്താ റൺ ചെയ്യേണ്ടത്, നോഡ് ഡോട്ട് ലെഫ്റ്റിന്റെ ഉള്ളിൽ റൺ ചെയ്യിക്കേണ്ട ആവശ്യമുള്ളൂ. DFS ഇവിടെ എന്താ റൺ ചെയ്യേണ്ടത്, നോഡ് ഡോട്ട് റൈറ്റിൽ റൺ ചെയ്യിക്കേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് എന്താണ് എല്ലാ പൊസിഷൻസും തമ്മിൽ എന്താണ് ബൈനറി ട്രീയിൽ ഇൻവേർട്ട് ആവും. ഓരോ നോഡിന്റെ ലെഫ്റ്റും റൈറ്റും ഇൻവേർട്ട് ആവും. ഈ നോഡിന്റെ ലെഫ്റ്റും റൈറ്റും ഇൻവേർട്ട് ആവും. കുറച്ച് മുകളിലേക്ക് പോകുമ്പോൾ ഇതിന്റെ ലെഫ്റ്റും റൈറ്റും തമ്മിലാണ് സ്വയം അങ്ങോട്ട് ഇൻവേർട്ട് ആവും. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ഇങ്ങോട്ട് വരും. അങ്ങനെ ടോപ്പത്തെ നോഡ് അങ്ങനെ നിൽക്കും. ഓക്കെ, നമ്മൾ നോഡിലോട്ട് വരുമ്പോൾ നോഡിന് എന്താണ് ആ വാല്യൂലോട്ട് വരുമ്പോൾ പിന്നെ ഒന്നുമില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയി. ഓക്കെ, അത്രേ ഉള്ളൂ. ഇതന്നെ ഉള്ളൂ. ഇത് വേണ്ടി ഞാൻ റൺ ചെയ്ത് നോക്കട്ടെ. കുഴപ്പമില്ല, സബ്മിറ്റ് ചെയ്ത് നോക്കട്ടെ. കുഴപ്പമില്ലാത്തതാണ്. ഇനി നമുക്ക് അടുത്തത് നമ്മൾ BFS കൂടി റൺ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിപ്പോ DFS ആണ് നമ്മൾ ചെയ്തത്. ഇനിയിപ്പോൾ BFS കൂടി നമുക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ BFS എങ്ങനെ ചെയ്യാം, കുറച്ച് സ്ലോ ആണ്. എന്തായാലും BFS എങ്ങനെ നമ്മൾ ചെയ്യാന്ന് വെച്ചാൽ നമുക്കൊരു ക്യൂ വേണമെന്ന് ഞാൻ പറഞ്ഞല്ലേ. അപ്പോൾ നമുക്ക് ക്യൂവിനെ വിളിക്കാം. കളക്ഷൻസ് ഇമ്പോർട്ട് DQ. അപ്പോൾ DQ വന്നു. ഇനി നമുക്ക് എന്താണ് DQനെ നമ്മൾ എന്താണ് യൂസ് ചെയ്യണം. അപ്പോൾ നമുക്ക് എങ്ങനെ DQനെ യൂസ് ചെയ്യാൻ നോക്കാം. ആദ്യം നമുക്ക് എന്താണ് ഇഫ് നോട്ട് റൂട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണ് റിട്ടേൺ നത്തിങ് അല്ലേ. പിന്നെ നമുക്ക് എന്താണ് ഇവിടെ എന്താ DQനെ റൺ ചെയ്യിക്കണം. അപ്പോൾ നമ്മൾ എന്താണ് Q ഈക്വൽ ടു DQ ഓഫ് റൂട്ട്. അപ്പോൾ റൂട്ട് അതിൻ്റെ ഉള്ളിൽ വന്നു. ഇനി നമുക്ക് എന്താണ് റൂട്ടിനെ പുറത്തേക്ക് എടുക്കണം. അതിൻ്റെ മുന്നേ നമ്മൾ അപ്പോൾ DQ അവൈലബിൾ അതിൽ Q അവൈലബിൾ ആണോ നോക്കണം. എന്നിട്ട് എന്താ നമ്മൾ റൂട്ടിനെ പോപ്പ് ചെയ്യില്ല. അപ്പോൾ നമ്മൾ നോഡ് എന്ന് പറഞ്ഞിട്ടൊരു പേരിട്ട് വിളിക്കാം. എന്നിട്ട് Q ഡോട്ട് പോപ്പ് ലെഫ്റ്റ് എന്നിട്ട് നമുക്ക് അതിനെ പോപ്പ് ചെയ്യാൻ പറ്റും പുറത്തേക്ക്. എന്നിട്ട് നമ്മൾ പിന്നെന്താ ചെയ്യേണ്ടത്, നമുക്ക് എന്താ സ്വാപ്പ് ചെയ്യണം അല്ലേ. അപ്പോൾ നോഡ് ഡോട്ട് ലെഫ്റ്റും നോഡ് ഡോട്ട് റൈറ്റും സ്വാപ്പ് ചെയ്തിട്ട് നോഡ് ഡോട്ട് റൈറ്റും നോഡ് ഡോട്ട് ലെഫ്റ്റും ആക്കുക. സ്വാപ്പായി. ഇനി നമുക്ക് എന്താണ് നോഡ് ഡോട്ട് ലെഫ്റ്റും റൈറ്റും ഉണ്ടെങ്കിൽ നമ്മൾ എന്താ വെച്ചാൽ അതിനെ നമുക്ക് ഇതിൻ്റെ വിളിക്കണം, നമ്മുടെ ക്യൂവിൻ്റെ വിളിക്കണം അല്ലേ. അപ്പോൾ നമുക്ക് ക്യൂവിൻ്റെ വിളിക്കണം എന്നുണ്ടെങ്കിൽ ക്യൂ ഡോട്ട് അപ്പെൻഡ് ഓഫ് നോഡ് ഡോട്ട് ലെഫ്റ്റ് if node dot right q dot append of node dot right. എന്നിട്ട് എന്താണ് നമ്മൾ എപ്പോഴും നമ്മൾ എന്താ ഞാൻ പറഞ്ഞത്, റിട്ടേൺ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് റൂട്ട് റിട്ടേൺ ചെയ്യണം. ഓക്കെ, കാരണം ഈ റൂട്ടാണ് ഇതിനുള്ളിൽ കളി കളിക്കുന്നത്. ഓക്കെ അല്ലേ? നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. കേസസ് കുഴപ്പമില്ല, സബ്മിറ്റ് ചെയ്ത് നോക്കാം. അപ്പോഴും ഇവിടെ തന്നെ വന്നു. ഓക്കെ അല്ലേ? ഇത് തന്നെയാണ് എന്താ DFSന്റെയും BFSന്റെയും രണ്ട് കൺസെപ്റ്റുകൾ ഉള്ളത്. ഇത് എന്താണ് ഈസിയായി മനസ്സിലായി എന്ന് വിചാരിക്കണു. ഇതിൽ വല്ല ഡൗട്ട് ഉണ്ടോ എന്നുണ്ടെങ്കിൽ എന്താ കമന്റ് സെക്ഷനിൽ ചോദിക്കാം. താങ്ക് യു.